സാധാരണയായി ഇത്തരം കണ്ടിന്യൂസ് സൈനിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്താറില്ല. അതിനാൽ തന്നെ ആരാധകരും ഈ നീക്കത്തെ അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത്. പുതിയൊരു സീസണിന് ഒരുങ്ങുമ്പോൾ ക്ലബ്ബ് തങ്ങളുടെ ട്രാൻസ്ഫർ പോളിസിയിൽ വരുത്തിയ മാറ്റങ്ങൾ അവരെ വീണ്ടും പ്രതീക്ഷകളുടെ കൊടുമുടി കയറാൻ പ്രേരിപ്പിച്ചു. ലൂണയില്ലെന്ന വിഷമമുണ്ടെങ്കിലും നിലവിലെ ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് താരം അത്തരമൊരു തീരുമാനമെടുത്തതെന്ന വാർത്ത അവരെ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ ATKയുടെ ചാമ്പ്യൻ സ്ക്വാഡിൽ നിന്നും മലയാളി താരം സലാഹുദ്ദീൻ അദ്നാനെ കൂടി ബ്ലാസ്റ്റേഴ്സ് റാഞ്ചിയതോടെ ആരാധകരുടെ ആവേശം ഇരട്ടിയായി. ഡ്യൂറന്റ് കപ്പിൽ ATKയ്ക്കായി മാൻ ഓഫ് ദി മാച്ച് പ്രകടനം നടത്തിയ മുൻ ബ്ലാസ്റ്റേഴ്സ് റിസർവ് താരം കൂടിയായിരുന്ന അദ്നാന്റെ വരവിനെ അവർ ഒരു പോസിറ്റീവ് സൈനായാണ് കണ്ടത്. റൗളിൻ ബോർജസിനെയും അദ്നാനെയും പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ഓപ്ഷനുകൾ ടീമിലുള്ളത് ടീമിന് ഒരു മുതൽക്കൂട്ടാവുമെന്നും അവർ ഉറപ്പിച്ചു. പുതിയൊരു പറ്റം വിദേശ താരങ്ങളാണ് ടീമിലുള്ളത്. ISLൽ തീരെ പരിചയസമ്പത്തില്ലാത്ത താരങ്ങൾ. അതുകൊണ്ട് തന്നെ ടീമിലെ ഇന്ത്യൻ താരങ്ങൾക്ക് സീസണിൽ ക്ലബിന്റെ മുന്നോട്ട് പോക്കിൽ നിർണായക റോളുണ്ട്. എന്നാൽ ഒരാഴ്ച ദൂരത്ത് ആദ്യ മത്സരം വരാനിരിക്കെ ടീം ക്യാമ്പിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. സഹപരിശീലകൻ TG പുരുഷോത്തമന് പിന്നാലെ അമീർ റണാവാഡ കൂടി ടീം വിടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഏറെ പ്രതീക്ഷകളോടെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച മുൻ ISL ചാമ്പ്യൻ കൂടിയായ റണാവാഡയ്ക്ക് ക്ലബ്ബുമായി 2030 വരെ കരാറുണ്ട്. എന്നിരുന്നാലും ബദ്ധവൈരികളായ ATKയിലേക്ക് താരത്തെ പറഞ്ഞയക്കാൻ ക്ലബ്ബ് സമ്മതം മൂളിയതായാണ് പുതിയ വിവരം. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ലെങ്കിലും താരം ഇന്നലെ പോസ്റ്റ് ചെയ്ത് റീൽ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഇത് തന്നെയാണ്. ഈ ട്രാൻസ്ഫർ നടന്നാൽ ഒരൊറ്റ ISL മത്സരം പോലും കളിക്കാതെയാവും താരം ടീം വിടുന്നതെന്ന് ശ്രദ്ധേയമാവും. റൈറ്റ് ബാക്ക് റോളിൽ അതോടെ ബ്ലാസ്റ്റേഴ്സിന് സന്ദീപ് സിംഗിനപ്പുറം മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരും. ബ്ലാസ്റ്റേഴ്സ് വിട്ട ഐമൻ മസറും സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയിൽ കരാർ ഒപ്പിട്ടു. TG പുരുഷോത്തമനാകട്ടെ സീസണിൽ ഒഡീഷയുടെ മുഖ്യ പരിശീലകനായും ചുമതലയേറ്റു. ഫെബ്രുവരി 14 കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ISLന്റെ 12ാം സീസണിന് കിക്ക് ഓഫീസിൽ വരുമ്പോൾ ഇന്ത്യയിലെ 2 ഫുട്ബോൾ ക്യാപിറ്റലുകൾ മുഖാമുഖം വരികയാണ്. ചാമ്പ്യന്മാരുടെ പകിട്ടുമായി ATK എത്തുമ്പോൾ കന്നി കിരീടമാണ് കൊമ്പന്മാരുടെ ലക്ഷ്യം.